ഒരുപാട് പേര് പറയുന്നുണ്ട് ബേസിക് കോഡിംഗ് സ്കിൽ ഉള്ള ഒരാൾക്ക് മാത്രമേ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വരാൻ പറ്റൂ, അല്ലെങ്കിൽ ഡെവലപ്പർ എന്ന് പറയുന്ന ജോലിയിലേക്ക് കയറാൻ കഴിയൂ എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല ബേസിക്കലി. മോർ ദാൻ 11,000 വേക്കൻസീസ് ആണ് ഡേ ബൈ ഡേ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്രത്തോളം എന്താണ് റിക്വയർമെന്റ് കൂടിയ ഒരു ഫീൽഡാണെന്ന് പറയുന്നത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ. വെൽക്കം ടു സൂപ്പർ ടെക്നോളജീസ്. എൻ്റെ പേര് ക്ലിന്റൺ തോമസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സീനിയർ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ സുമിത് ആണ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സെക്ഷൻ പ്ലാൻ. എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഇപ്പം കൂടുതൽ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പം സിംപ്ലി പറഞ്ഞാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. അതിന്റെ സ്ക്രാച്ച് തൊട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നവരാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ബാക്ക് എൻഡ് ഉണ്ടാവും, അതിന്റെ ഡേറ്റ സ്റ്റോർ ആയിട്ടുള്ള ഡേറ്റാബേസ് നമ്മുടെ ഉണ്ടാവും. അപ്പം ഈ മൂന്ന് കാര്യങ്ങളെയും ഒരുമിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അന്നേരം മാത്രമായിരിക്കും നിങ്ങൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിലെ മെയിൻ ആയിട്ടുള്ള കോഡിംഗ് ടെക്നോളജീസ് എന്തൊക്കെയാണ്? സോ ഇപ്പം നമ്മുടെ കറണ്ട് ടെക്നോളജി ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടെക്നോളജീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് രീതിയിൽ സെർച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് മേൺ, മീൻ, അതുപോലെ തന്നെ പൈത്തൺ ഫുൾ സ്റ്റാക്ക്, അതുപോലെ തന്നെ PHP, .NET, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ തന്നെ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി വരുന്നത് തന്നെയാണ്. അപ്പം ഇതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് മെയിൻലി പൈത്തൺ, PHP, അതുപോലെ തന്നെ ജാവ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതിൽ തന്നെ പല പല ഫ്രെയിം വർക്ക്സ് വരുന്നുണ്ട്. ഓരോരോ ലാംഗ്വേജിനും അതിന്റെ കറസ്പോണ്ടിങ് ഫ്രെയിം വർക്ക്സ് ആണ് ഉണ്ടാവുക. അപ്പം ഇതെല്ലാം നമ്മൾ ഇങ്ങനൊരു ടെക്നോളജി വേൾഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ടെക്നോളജീസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മൾ കോമൺലി നോക്കുകയാണെങ്കിൽ ഫ്രെയിം വർക്ക്സ് എന്ന് പറയുന്നത് പൈത്തൺ തന്നെ ജാങ്കോ എന്ന് പറയുന്ന ഫ്രെയിം വർക്കാണ് ഇപ്പോൾ ഏറ്റവും കറന്റ് ട്രെൻഡിങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ജാവ നോക്കുകയാണെങ്കിൽ അതിന് തന്നെ എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ PHP നോക്കുകയാണെങ്കിൽ അതിന്റെ ലറാവൽ എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പം ഒരുപാട് ഫ്രെയിം വർക്ക്സ് നമുക്ക് തന്നെ ഈ ഒരു ടെക്നോളജി വേൾഡിൽ നമുക്ക് ഒരുപാട് ഫ്രെയിം വർക്ക്സ് അവൈലബിൾ ആണ്. ഇതിൽ കോമൺലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത് PHP, പൈത്തൺ, അതുപോലെ തന്നെ ജാവ, ഈ മൂന്ന് ലാംഗ്വേജസ് ആണ് മെയിൻലി നമ്മൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന് വേണ്ടി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ എനിക്കുള്ളൊരു ഡൗട്ടാണ്, ആർക്കൊക്കെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത്? ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് കിട്ടിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ബേസിക് കോഡിംഗ് സ്കിൽ ഉള്ള ഒരാൾക്ക് മാത്രമേ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് വരാൻ പറ്റൂ, അല്ലെങ്കിൽ ഡെവലപ്പർ എന്ന് പറയുന്ന ജോലിയിലേക്ക് കയറാൻ കഴിയൂ എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല ബേസിക്കലി. നോ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ഇപ്പം സിംപ്ലി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ബേസിക് കോഡിംഗ് നോളജ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് അതൊരു നെഗറ്റീവ് ഫീൽ വരും. ഒന്നും പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളുടെ മുന്നിലില്ല ഡെവലപ്മെന്റ് വേൾഡിൽ. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നതിൽ മുന്നോട്ടുള്ള നമ്മുടെ കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പം ഫസ്റ്റ് ഇതിൽ പാഷനേറ്റ് ആയിരിക്കണം. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുക്കുന്ന ഫീൽഡിൽ ആൾ പാഷനേറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് പഠിച്ചെടുക്കാനെ കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് രീതിയിലായാലും നമുക്ക് അതിനെ പഠിച്ചെടുക്കാം. അതിന് പറ്റുന്ന ഒരുപാട് റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്, ഒരുപാട് പറ്റുന്ന മെന്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല. എപ്പോഴും നമുക്കൊരു ടെക്നോളജി വേൾഡിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷേ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് ഡെവലപ്പർ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. ഓക്കെ, അത് കോമൺലി നമുക്ക് വരുന്നൊരു ചോദ്യമാണ്, എന്താണ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, അല്ലെങ്കിൽ എന്താണ് ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർ, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, അതുപോലെ തന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, ഇവർ മൂന്ന് പേര് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് കുറച്ചുകൂടി ക്ലിയർ ആക്കാം. അതായത് സിമ്പിൾ ലോജിക്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ, ബാക്ക് എൻഡ് ഡെവലപ്പർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലി എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വെബ്സൈറ്റിൽ ഒരു യൂസർ ലോഗിൻ ചെയ്താൽ കാണുന്ന ആ ഒരു UI, നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു UI, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്ന ആളുടെ ജോലി. അതേസമയം അതിന് കുറെ ബാക്ക് എൻഡ് പ്രോസസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊരു സമയത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡേറ്റ വാലിഡേഷൻസ് അവിടെ നടക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റാസ് പല രീതിയിൽ നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, സിംപ്ലി ഇപ്പം നമ്മൾ ഫ്ലിപ്കാർട്ട് പോലെ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റാസ് ഒക്കെ നമുക്ക് ഫോർമേറ്റ് ചെയ്ത് ഒരു ഡേറ്റാബേസിൽ പോയി സേവ് ചെയ്യുക, വേണ്ടുന്ന സമയത്ത് നമുക്ക് അതിൽ റിട്രൈവ് ചെയ്ത് അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും ഒരു യൂസർ പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല. അപ്പം അതൊക്കെ ചെയ്യുന്നത് ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറാണ് കോമൺലി. ഇപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആണെങ്കിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടി വരും.
അതാണ് ഫസ്റ്റ് പെർസ്പെക്റ്റീവ്. അതായത് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അന്നേരം മാത്രമാണ് നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവുന്നത്. അതേപോലെ തന്നെ കറണ്ട് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ടെക്നോളജി വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിനായിരിക്കും. കാരണം അതൊരു കോമൺ ലോജിക്കാണ്, ഒരു ബിസിനസ് ലോജിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനെ കൊണ്ട് നമ്മളൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിനെ ഒരു ബാക്ക് എൻഡ് ഡെവലപ്പറിനെ ഹയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിനെ ഹയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, രണ്ടുപേർക്ക് കൊടുക്കുന്ന പേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ട് നമ്മുടെ വർക്ക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന് ഇത്രയും ട്രെൻഡിങ് ആയിട്ട് ഇത്ര റിക്വയർമെന്റ് വരാൻ കാരണം ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന് അതാണ് മെയിൻലി. ഓക്കെ. പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന്റെ ഒരു ജോബ് ചാൻസസ് എന്തൊക്കെയാണ് കറണ്ട് മാർക്കറ്റിലുള്ള? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കറണ്ട് ടെക്നിക്കൽ വേൾഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്പനീസ് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ പല പല ജോബ് സൈറ്റുകൾ നമുക്കുണ്ടാവും, പല പല ജോബ് സെർച്ചിങ് വെബ്സൈറ്റുകൾ നമുക്കുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മോർ ദാൻ 11,000 വേക്കൻസീസ് ആണ് ഡേ ബൈ ഡേ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്രത്തോളം റിക്വയർമെന്റ് കൂടിയ ഒരു ഫീൽഡാണെന്ന് പറയുന്നത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ. അപ്പോൾ മെയിൻലി നമുക്ക് ഒരുപാട് കമ്പനീസ് കാണാൻ പറ്റും, ഒരുപാട് MNCs ഇതിലേക്ക് ഹയർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ടാറ്റ, അതുപോലെ തന്നെ വിപ്രോ, HP, അങ്ങനെയുള്ള ഒരുപാട് മെയിൻ MNCs നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സെയിം പൊസിഷനിലേക്ക് ഹയർ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഒരിക്കലും നിങ്ങളൊരു നോർമലി തന്നെ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മെന്റർഷിപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് അതിനുവേണ്ടി ഒരു പ്ലേസ് നിങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ ഒരു മെന്ററിനെ നിങ്ങൾ കണ്ടെത്തുക, അതിലൂടെ നിങ്ങൾ ലൈവ് പ്രൊജക്ട്സ് ഇൻവോൾവ് ആവുന്നത് കൂടി, അതേപോലെ തന്നെ നിങ്ങൾ കൂടുതൽ പ്രൊജക്ട്സ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പനിയിൽ പെട്ടെന്ന് പ്ലേസ്ഡ് ആവാൻ പറ്റും. ഓക്കെ. ഇത് പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്ത് പഠിക്കേണ്ട ഒരു കോഴ്സാണോ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി ഇതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആസ്പെക്ട് ആണ്. അതായത് നമുക്ക് തിയറിറ്റിക്കലായിട്ടുള്ള നോളജ് കൊണ്ട് ഒരിക്കലും ഒരു ഡെവലപ്മെന്റ് എൻവയോൺമെന്റിലേക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡെവലപ്പർ ആയിട്ട് ഒരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് കയറണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി മോർ സ്പെസിഫിക് അബൌട്ട് യുവർ ഡെവലപ്മെന്റ്. ഓർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ലൈവ് പ്രൊജക്ട്സ് അതുപോലുള്ള പ്രൊജക്ട്സ് ഒക്കെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തിയറിറ്റിക്കൽ നോളജിനെക്കാളും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവുക എന്നുള്ളത്. സിമ്പിളി ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളൊരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് കരുതിക്കും. അപ്പം അവിടെ നിങ്ങൾക്ക് ആദ്യം തരുന്ന ഒരു കാര്യമായിരിക്കും ഒരു മെഷീൻ ടെസ്റ്റ്. നിങ്ങൾക്ക് എന്തായാലും ആ ഇന്റർവ്യൂ പ്രോസസ്സിൽ ഒരു മെഷീൻ ടെസ്റ്റ് ഉണ്ടാവും. അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു പ്രാക്ടിക്കലി നിങ്ങളൊരു കമ്പനിയിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെന്ററിന്റെ സഹായത്തോടുകൂടി വർക്ക് ചെയ്ത അല്ലെങ്കിൽ ലൈവ് പ്രൊജക്ട്സ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മെഷീൻ ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പം കോമൺലി നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ജോലിക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് എപ്പോഴും തിയറിറ്റിക്കൽ എക്സ്പീരിയൻസിനെക്കാളും കൂടുതലായിട്ട് ആവശ്യമുള്ളത്. സൂപ്പർ ടെക്നോളജീസിൽ ഈ കോഴ്സ് പഠിക്കുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പെർസ്പെക്റ്റീവ് തന്നെ നോക്കാം. അതായത് നമുക്ക് നമ്മൾ സ്ഥാപനം ചൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കോഴ്സസ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് അവിടുത്തെ ആ ഒരു ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആണ്. അതായത് അവിടെ എങ്ങനെയാണ് അവിടുത്തെ ഫാക്കൽറ്റീസ് ഉണ്ടാവുക, അവിടുത്തെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുക, അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ സൂപ്പറിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വെൽ എക്സ്പീരിയൻസ്ഡും ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് ആണ് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതാണ് നമുക്ക് പറയേണ്ട ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ഓക്കെ. ദെൻ സെക്കൻഡ്, നമുക്ക് ലൈവ് പ്രൊജക്ട്സ് വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസും അല്ലെങ്കിൽ ലൈവ് പ്രൊജക്ട്സ് വർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ സൂപ്പിൽ നിന്ന് ക്ലിയർ ആക്കി നമുക്ക് തരുന്നുണ്ട്. ഓക്കെ. ദെൻ അടുത്ത നമ്മൾ നോക്കാനുള്ളത് നമ്മളൊരു സ്റ്റുഡന്റിനെ എല്ലാ രീതിയിലും, ഇപ്പം നമ്മളൊരു ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് അല്ലാതെ നമ്മൾ അവരുടെ ഒരു കരിയർ, ഒരു പേഴ്സണൽ ഗ്രോത്ത് നമ്മളെപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇതിന് ശേഷം അവർക്ക് ഒരു ലൈവ് പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ ലൈവ് പ്രൊജക്ട് വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ നമുക്ക് HR സെഷൻസ് ക്രമീകരിക്കുന്നുണ്ട്. അതായത് ഓരോരോ സ്റ്റുഡൻസിനും ഇപ്പം പല പല സ്റ്റുഡൻസിനും വരുന്ന ഒരു പ്രശ്നമാണ് ഇന്റർവ്യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നമ്മളൊരു HR സെക്ഷൻ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. അതായത് ഒരു 1 വീക്ക് എടുക്കുന്ന ഒരു HR സെഷനിലൂടെ അവർ പല പല ഹൗ ടു പ്രിപ്പയർ എ CV, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങളൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഡ്രസ്സിങ് എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അവരോട് കാര്യം പറയേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഉള്ള കുറെ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. അതിലാണ് എല്ലാ മിക്കവാറും സ്റ്റുഡൻസ് ഒക്കെ ഔട്ടായി പോകാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതൽ. അപ്പം ആ ഒരു കാര്യം നമ്മൾ മാക്സിമം മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന അത്രയും ഒരു നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. ഒരു സ്റ്റുഡന്റിനെ ഇപ്പോൾ പ്രോപ്പർലി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കാനൊക്കെ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ പ്രോപ്പർ മെന്ററിങ്ങോട് കൂടിയാണ് എല്ലാ രീതിയിലും, മീൻസ് ഡെവലപ്മെന്റ് രീതിയിലും അവരുടെ സ്കിൽ രീതിയിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേഴ്സണൽ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഡെവലപ്മെന്റ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പല പല കാര്യങ്ങളും അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അപ്പൊ താങ്ക് യു സുമിത്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഒരു സെക്ഷൻ കൊണ്ട്. നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നാണെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. നമ്മളത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.
അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.